കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്തിന്റെ സാംസ്കാരിക ഭൂപടത്തിൽ സമാധാനത്തിന്റെയും മതസൗഹാർദ്ദത്തിന്റെയും പ്രതീകമായി തല ഉയർത്തി നിൽക്കുന്ന ഒരു ആത്മീയ കേന്ദ്രമുണ്ട്, ഭീമാപള്ളി ദർഗാ ഷരീഫ്. ഒരു മുസ്ലിം ആരാധനാലയം എന്നതിനേക്കാൾ ജാതിമതഭേദമന്യേ ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് അത്താണിയും അഭയകേന്ദ്രവുമാണ് ഭീമാപള്ളി. ചരിത്രവും വിശ്വാസവും കണ്ണീരും പോരാട്ടവും ഇഴചേർന്ന ഭീമാപള്ളിയുടെ കഥ യഥാർത്ഥത്തിൽ നാടിനായി സർവസ്വവും സമർപ്പിച്ച ഒരു ഉമ്മയുടെയും മകന്റെയും ത്യാഗത്തിന്റെ ചരിത്രമാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആ ചരിത്രത്തിലേക്കും ഒരു ജനതയുടെ അതിജീവനത്തിന്റെ കഥയിലേക്കും നമുക്ക് ആഴത്തിൽ ഒരു തീർത്ഥയാത്ര പോകാം. ഭീമാപള്ളിയുടെ ചരിത്രം മനസ്സിലാക്കാൻ നാം നൂറ്റാണ്ടുകൾക്ക് പിന്നിലേക്ക്, കൃത്യമായി പറഞ്ഞാൽ ഹിജ്റ വർഷം 857 അതായത് ഏകദേശം 15-ാം നൂറ്റാണ്ടിലേക്ക് സഞ്ചരിക്കേണ്ടതുണ്ട്. മാലിക് ബിൻ ദിനാറിന്റെയും സംഘത്തിന്റെയും ആഗമനത്തോടെ കേരളത്തിൽ ഇസ്ലാം മതത്തിന് ശക്തമായ വേരോട്ടം ലഭിച്ചിരുന്നു. എന്നാൽ തെക്കൻ കേരളത്തിൽ, പ്രത്യേകിച്ച് ഇന്നത്തെ തിരുവനന്തപുരം ഉൾപ്പെടുന്ന പ്രദേശത്ത് ഇസ്ലാമിക പ്രബോധനം കാര്യമായി എത്തിയിരുന്നില്ല. നാടുവാഴികളും രാജാക്കന്മാരും ഭരിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ കർശനമായ ജാതി വ്യവസ്ഥയും അയിത്തവും സമൂഹത്തിൽ നിലനിന്നിരുന്നു. വാമൊഴികളും ചില ചരിത്രരേഖകളും സൂചിപ്പിക്കുന്നത് ക്രിസ്തുവർഷം 1478 മുതൽ 1528 വരെയുള്ള കാലഘട്ടത്തിൽ തെക്കൻ തിരുവിതാംകൂറിൽ നിലനിന്നിരുന്ന ഭരണകൂടത്തിന്റെ കീഴിലായിരുന്നു ഇന്നത്തെ ഭീമാപള്ളി ഉൾപ്പെടുന്ന പ്രദേശമെന്നതാണ്. ഈ സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലത്തിലേക്കാണ് സമാധാനത്തിന്റെയും സമത്വത്തിന്റെയും സന്ദേശവുമായി അറേബ്യയിൽ നിന്ന് ആ പുണ്യാത്മാക്കൾ കടന്നുവരുന്നത്. അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബിയുടെ ഖുറേഷി ഗോത്രത്തിൽ ജനിച്ച സയ്യിദത്തുന്നീസ ഭീമാ ബീവിയും മകൻ ഷേഖ് സയ്യിദ് ഷഹീദ് മാഹിൻ അബൂബക്കറും കേരളത്തിന്റെ തെക്കേ അറ്റത്തെത്തിയത് യാദൃച്ഛികമായ ഒന്നായിരുന്നില്ല. ഖുറാൻ, ഫിഖ് അഥവാ കർമ്മശാസ്ത്രം, ഹദീസ് അതായത് പ്രവാചക വചനങ്ങൾ തുടങ്ങിയ ഇസ്ലാമിക വിജ്ഞാന ശാഖകളിൽ അഗാധമായ പാണ്ഡിത്യം നേടിയ മഹതിയായിരുന്നു ഭീമാ ബീവി. അബ്ദുൽ ഗഫാർ എന്ന സാത്വികനുമായുള്ള വിവാഹശേഷം അവർക്ക് ഒരാൺകുഞ്ഞു പിറന്നു, സയ്യിദ് ഷുഹാദ് മാഹീൻ അബൂബക്കർ റ. ഹിജ്റ വർഷം 857 അറേബ്യയിൽ മതഭക്തിയിലും ചിട്ടയിലും കഴിഞ്ഞിരുന്ന ആ കുടുംബത്തെ തേടി ഒരു വലിയ പരീക്ഷണമെത്തി. മാഹീൻ അബൂബക്കറിന്റെ ബാല്യത്തിൽ തന്നെ പിതാവ് മരിച്ചു. വിധവയായ ഭീമാ ബീവിയും അനാഥനായ മകനും അല്ലാഹുവിന്റെ മാർഗത്തിൽ തങ്ങളുടെ ജീവിതം സമർപ്പിച്ചു. അങ്ങനെയിരിക്കെയാണ് ഇരുവരും ഒരേ ദിവസം ഒരു സ്വപ്നം കാണുന്നത്. ഇന്ത്യയിൽ പോയി ഇസ്ലാമിക പ്രബോധനവും ആതുര സേവനം നടത്തുക എന്നതായിരുന്നു ആ ആത്മീയ ഉൾവിളി. സുഖസൗകര്യങ്ങൾ നിറഞ്ഞ സ്വന്തം നാടും വീടും ഉപേക്ഷിച്ച് വെല്ലുവിളികൾ നിറഞ്ഞ കടൽ കടന്ന് അവർ യാത്ര തുടങ്ങി. പ്രവാസത്തിന്റെ കഠിനമായ പാതകൾ താണ്ടി കേരളത്തിലെ മാഹിയിൽ കപ്പലിറങ്ങിയ അവർ പിന്നീട് നാടുനീളെ സഞ്ചരിച്ച് ഇസ്ലാമിക പ്രബോധനത്തോടൊപ്പം നിരാലംബർക്ക് താങ്ങായി നിലകൊണ്ടു. കാൽനടയായും മറ്റും യാത്ര ചെയ്ത് രോഗികൾക്ക് ആശ്വാസം പകർന്നും മതപ്രബോധനം നടത്തിയും അവർ തെക്കൻ തിരുവിതാംകൂറിലെ തിരുവല്ലത്തെത്തിച്ചേർന്നു. ഒടുവിൽ തിരുവല്ലത്ത് അവർ സ്ഥിരതാമസമാക്കുകയും അവിടെയുള്ള ജനങ്ങളുമായി ആത്മബന്ധം സ്ഥാപിക്കുകയും ചെയ്തു. നബി പരമ്പരയുടെ ആത്മീയ പ്രഭാവവും അവരുടെ ലളിതമായ ജീവിത രീതിയും ആ കാലഘട്ടത്തിലെ സാധാരണക്കാരെ വലിയ രീതിയിൽ ആകർഷിച്ചിരുന്നു. തിരുവല്ലത്ത് സ്ഥിരതാമസമാക്കിയ ആ മാതാവിന്റെയും മകന്റെയും ജീവിതം അക്ഷരാർത്ഥത്തിൽ ഒരു സാമൂഹിക വിപ്ലവത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു. യുനാനി വൈദ്യൻ കൂടിയായിരുന്ന മാഹിൻ അബൂബക്കർ എന്ന യുവാവിനെ ജനങ്ങൾ സ്നേഹപൂർവ്വം വിളിച്ചിരുന്നത് ഹാക്കിം അഥവാ നിപുണനായ വൈദ്യൻ എന്നായിരുന്നു. ഉമ്മയാകട്ടെ പ്രാർത്ഥനയിലൂടെയും പരിചരണത്തിലൂടെയും മനുഷ്യരുടെ ശാരീരികവും മാനസികവുമായ വ്യഥകൾക്ക് ശമനം നൽകി. അക്കാലത്ത് ചികിത്സാ സൗകര്യങ്ങൾ പരിമിതമായിരുന്ന തെക്കൻ തിരുവിതാംകൂറിൽ മാറാവ്യാധികളുമായി എത്തുന്നവർക്ക് മാഹിൻ അബൂബക്കർ നൽകിയ ഔഷധങ്ങളും അവർക്ക് വേണ്ടി നടത്തിയ പ്രാർത്ഥനകളും അത്ഭുതകരമായ ഫലങ്ങളാണ് നൽകിയിരുന്നത്.
പാവപ്പെട്ടവരിൽ നിന്ന് പണമോ മറ്റ് പാരിതോഷികങ്ങളോ വാങ്ങാതെ നടത്തിയ ഈ സേവനം അദ്ദേഹത്തെ ജനങ്ങളുടെ പ്രിയപ്പെട്ടവനാക്കി. ശാരീരികമായ അസുഖങ്ങൾക്കപ്പുറം മാനസികമായ ആശ്വാസം തേടിയെത്തുന്നവർക്കും ആ ഉമ്മയും മകനും വലിയ തണലായി മാറി. മാറാ രോഗങ്ങളാലും പിശാചുബാധയാലും ഒക്കെ പ്രയാസപ്പെട്ടിരുന്ന നൂറുകണക്കിന് ആളുകൾ ദിവസേന ഇവരെ തേടിയെത്തി. ജാതിയോ മതമോ സമ്പത്തോ നോക്കാതെ അരികുവൽക്കരിക്കപ്പെട്ട മനുഷ്യർക്ക് അവർ സ്നേഹവും സാന്ത്വനവും പകർന്നു നൽകി. അവരുടെ നിസ്വാർത്ഥമായ സേവനവും ഇസ്ലാമിൻ്റെ സമത്വ ദർശനങ്ങളും കണ്ടറിഞ്ഞ പലരും ആകൃഷ്ടരായി ഇസ്ലാം മതം സ്വീകരിക്കാൻ തുടങ്ങി. ഏതാനും നാളുകൾക്കുള്ളിൽ തന്നെ ബീമ ബീവിയുടെയും മകന്റെയും പ്രശസ്തി തെക്കൻ തിരുവിതാംകൂറിലാകെ വ്യാപിച്ചു. ചരിത്രപരമായി നോക്കുമ്പോൾ അന്നത്തെ കീഴാള ജനതയ്ക്ക് ഈ അറബി മാതാവും മകനും നൽകിയത് കേവലം മരുന്നുകൾ മാത്രമായിരുന്നില്ല, മറിച്ച് മനുഷ്യനെ മനുഷ്യനായി കാണുന്ന, തൊട്ടുകൂടായ്മയില്ലാത്ത ഒരു പുതിയ ലോകത്തിന്റെ വലിയ വാഗ്ദാനം കൂടിയായിരുന്നു. സമൂഹത്തിലെ മാറ്റങ്ങൾ എക്കാലത്തും യാഥാസ്ഥിതികരെ ഭയപ്പെടുത്തിയിട്ടുണ്ട്. അന്നുമതെ ബീമ ബീവിയുടെയും മകന്റെയും സ്വാധീനം വർദ്ധിക്കുകയും നിരവധി പേർ ഇസ്ലാമിലേക്ക് കടന്നുവരികയും ചെയ്തതോടെ അന്നത്തെ രാജഭരണകൂടത്തിനും ചില തൽപര കക്ഷികൾക്കും അത് തങ്ങളുടെ നിലനിൽപ്പിനുള്ള ഭീഷണിയായി തോന്നി. സാമൂഹിക ഘടനയിൽ ഉണ്ടാകുന്ന ആ മാറ്റത്തെ തടയാൻ അവർ ഗൂഢാലോചനകൾ മെനഞ്ഞു. അതിന്റെ ഭാഗമായി വിദേശികളായ ബീമ ബീവിയും മകനും രാജാവിന് കരം അഥവാ നികുതി നൽകണമെന്ന് ഭരണകൂടം ഉത്തരവിട്ടു. ഇതിനവർ നൽകിയ മറുപടി ഇസ്ലാമിക ദർശനത്തിന്റെ കാതലായിരുന്നു. ഇത് പ്രപഞ്ച സ്രഷ്ടാവായ ദൈവത്തിന്റെ ഭൂമിയാണ്, ആരുടെയും തറവാട്ട് സ്വത്തല്ല. ഇവിടെ സമ്പാദിക്കാനല്ല ഞങ്ങൾ വന്നത്. അതിനാൽ ദൈവത്തിന്റെ ഭൂമിയിൽ ദൈവത്തിനു മാത്രമേ ഞങ്ങൾ കരം നൽകൂ. ആരെയും നിർബന്ധിച്ചു മതം മാറ്റുന്നില്ലെന്നും ആതുര സേവനം മാത്രമാണ് ലക്ഷ്യമെന്നും അവർ അപേക്ഷിച്ചു പറഞ്ഞെങ്കിലും അധികാരികൾ വഴങ്ങിയില്ല. ഈ സമയത്താണ് ഇസ്ലാമിലെ നിർബന്ധ കർമ്മമായ ഹജ്ജ് നിർവഹിക്കുന്നതിനായി മാഹീൻ അബൂബക്കർ മക്കയിലേക്ക് യാത്ര തിരിക്കുന്നത്. മകനില്ലാത്ത തക്കം നോക്കി രാജസേവകർ ബീമ ബീവിയെ നിരന്തരം ശല്യം ചെയ്യുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. നികുതി നൽകിയില്ലെങ്കിൽ നാട് കടത്തുമെന്നായി പ്രഖ്യാപനം. ഹജ്ജ് കഴിഞ്ഞ് മടങ്ങിയെത്തിയ മാഹീൻ അബൂബക്കർ വിവരങ്ങളെല്ലാം അറിഞ്ഞു. രാജസേവകർ വീണ്ടും ഭീഷണിയുമായി എത്തി. സംസാരത്തിനിടയിൽ അവരിൽ ഒരാൾ മാഹീൻ അബൂബക്കറിന് നേരെ കയ്യേറ്റത്തിന് ശ്രമിച്ചു. സ്വയരക്ഷയ്ക്കായി അദ്ദേഹം അക്രമിയെ തടയുകയും ആ പ്രതിരോധത്തിൽ അക്രമി മരണപ്പെടുകയും ചെയ്തു. ഇത് ഒരു വലിയ യുദ്ധത്തിനുള്ള കാരണമായി മാറി. അംഗബലം കുറവായിരുന്നിട്ടും തോൽക്കുമെന്നുറപ്പായിട്ടും അനീതിക്ക് മുന്നിൽ തലകുനിക്കാതിരിക്കാൻ മാഹീൻ അബൂബക്കർ തീരുമാനിച്ചു. രാത്രിയിൽ അനുയായികളെ വിളിച്ചു ചേർത്ത് അദ്ദേഹം പ്രതിരോധത്തിന് തയ്യാറെടുത്തു. ഉമ്മയുടെ പൊരുത്തം വാങ്ങി അദ്ദേഹം യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങി. ഒരു മാതാവും തൻ്റെ മകനെ മരണത്തിലേക്ക് പറഞ്ഞയക്കാൻ ഇഷ്ടപ്പെടില്ല. എന്നാൽ സ്വന്തം ജീവനേക്കാൾ വലുതാണ് നീതിയും വിശ്വാസവുമെന്ന് ആ മാതാവ് വിശ്വസിച്ചു. യുദ്ധക്കളത്തിൽ ശത്രുക്കളോട് വീരോചിതം പോരാടിയ മാഹീൻ അബൂബക്കറിനെയും കൂട്ടാളികളെയും ചതിയിലൂടെയാണ് ശത്രുക്കൾ കൊലപ്പെടുത്തിയത്. അല്ലാഹുവിൻ്റെ മാർഗത്തിൽ അദ്ദേഹം ഷഹീദായി, അതായത് രക്തസാക്ഷിത്വം വരിച്ചു. തൻ്റെ ഏക മകൻ്റെ വേർപാടിൽ മനം നൊന്ത ബീമ ബീവി കേവലം 40 ദിവസങ്ങൾക്കുള്ളിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു. അവരെ ഖബറടക്കിയ ആ പുണ്യഭൂമിയാണ് പിന്നീട് വിശ്വപ്രസിദ്ധമായ ബീമാപള്ളിയായി മാറിയത്. നീതിക്ക് വേണ്ടിയുള്ള ഈ പോരാട്ടമാണ് ബീമാപള്ളിയെ ഇന്നും ഒരു ധീര സ്മരണയായി നിലനിർത്തുന്നത്. ബീമാപള്ളിയിലെത്തിയാൽ 3 പ്രധാന ഖബറുകളാണ് കാണാൻ കഴിയുക. ബീമ ബീവിയുടെയും മാഹീൻ അബൂബക്കറിൻ്റെയും ഖബറുകൾക്ക് പുറമെ കല്ലടി മസ്താൻ അഥവാ കല്ലടി ബാബ മസ്താൻ എന്ന പുണ്യാത്മാവിൻ്റെ ഖബർ കൂടിയുണ്ട് അവിടെ. ബീമ ബീവിയുടെ മക്ബറയിൽ സിയാറത്ത് നടത്തി അനുഗ്രഹം തേടിയെത്തിയ അദ്ദേഹം പിന്നീട് 33 വർഷക്കാലം ബീമാപള്ളിയിൽ താമസിച്ച് ജനങ്ങൾക്ക് താങ്ങും തണലുമായി മാറി. അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് അവിടെ തന്നെ 3ാമത്തെ ഖബർ ഉയർന്നത്. ബീമാപള്ളിയിലെ ഏറ്റവും വലിയ വിസ്മയങ്ങളിൽ ഒന്നായി ഇന്നും ഭക്തർ കാണുന്നത് പള്ളിയുടെ വടക്കുഭാഗത്തായി കാണുന്ന പുരാതനമായ മരുന്ന് കിണറാണ്. ഒരേ കിണറിനുള്ളിൽ തന്നെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നുണ്ടാവുന്ന ജലത്തിന് വ്യത്യസ്ത താപനിലയാണെന്നത് ശാസ്ത്രലോകത്തെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. ഒരു ഭാഗത്ത് തിളയ്ക്കുന്ന ചൂടുവെള്ളവും മറുഭാഗത്ത് ഐസ് പോലെ തണുത്ത വെള്ളവും ലഭിക്കുന്ന പള്ളിയോളം തന്നെ പഴക്കമുള്ള ഈ കിണറുകൾ ഇതുവരെ വറ്റിയിട്ടില്ലെന്ന് പഴമക്കാർ സാക്ഷ്യപ്പെടുത്തുന്നു. ഷഹീദ് മാഹീൻ അബൂബക്കർ രക്തസാക്ഷിയായ സ്ഥലത്താണ് ഈ കിണറുകൾ ഉള്ളതെന്നും വിശ്വസിക്കപ്പെടുന്നു. ദൂരദിക്കുകളിൽ നിന്നു പോലും ആളുകൾ തങ്ങളുടെ മാറാവ്യാധികൾക്കും ത്വക്രോഗങ്ങൾക്കും ശമനം തേടി ദിവ്യൌഷധ ഗുണങ്ങളുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ കിണറ്റിലെ വെള്ളം കുടിക്കാനും അതിൽ കുളിക്കാനുമായി എത്തുന്നു.
വൈദ്യശാസ്ത്രത്തിന് പോലും പിടികൊടുക്കാത്ത പല മാറാരോഗങ്ങളും ഈ പുണ്യജലത്താലും ഇവിടുത്തെ പ്രാർത്ഥനയാലും സുഖപ്പെട്ട അനുഭവങ്ങൾ ആയിരക്കണക്കിന് അന്യമതസ്ഥർ ഉൾപ്പെടെയുള്ള ഭക്തർ പങ്കുവയ്ക്കുന്നു. വിശ്വാസവും പ്രകൃതിയുടെ പ്രത്യേകതകളും ഒത്തുചേരുന്ന ഈ കിണർ ഭീമാപള്ളിയിലെത്തുന്ന ഏതൊരാൾക്കും വിസ്മയകരമായൊരു കാഴ്ചയാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ആതുര സേവനത്തിനായി ജീവിതം ഒഴിഞ്ഞുവെച്ച ആ പുണ്യാത്മാക്കളുടെ സ്മരണ പുതുക്കിക്കൊണ്ട് എല്ലാ വർഷവും ഭീമാപള്ളിയിൽ ഉറൂസ് അഥവാ ചന്ദനക്കുടം മഹോത്സവം കൊണ്ടാടുന്നു. ജാതിമത ഭേദമന്യേ ലക്ഷക്കണക്കിന് ആളുകൾ ഒത്തുചേരുന്ന ഭീമാപള്ളി ഉറൂസ് അഥവാ ചന്ദനക്കുടം മഹോത്സവം തിരുവനന്തപുരത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ ഭാഗമാണ്. റബിയുൽ ആഖിർ, ജമാദുൽ ആഖിർ മാസം 1 മുതൽ 10 വരെയാണ് ഈ വാർഷിക നേർച്ച നടക്കുന്നത്. ഭീമാപള്ളി ഇമാമിന്റെ നേതൃത്വത്തിൽ പ്രത്യേക പ്രാർത്ഥനകളോടെ ആരംഭിക്കുന്ന പട്ടണ പ്രദക്ഷിണത്തോടെയാണ് ഉറൂസിന് കൊടിയേറുന്നത്. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവത്തിൽ മതപ്രസംഗങ്ങളും വിവിധ കലാപരിപാടികളും അരങ്ങേറുന്നു. നാനാജാതി മതസ്ഥരായ ലക്ഷക്കണക്കിന് ആളുകളാണ് പട്ടും പൂവും എണ്ണയും നേർച്ചയായി അർപ്പിക്കാൻ ഇവിടെ എത്തുന്നത്. ഭക്തർക്ക് പ്രസാദമായി നൽകുന്നതും ഇവ തന്നെ. ഭാരതത്തിന്റെ അഖണ്ഡതയും മതേതരത്വവും കാത്തുസൂക്ഷിക്കുന്നതിൽ ഇത്തരം തീർത്ഥാടന കേന്ദ്രങ്ങൾ വഹിക്കുന്ന പങ്ക് ചെറുതല്ല. പട്ടണ പ്രദക്ഷിണവും മതപ്രസംഗങ്ങളും സാംസ്കാരിക പരിപാടികളും കോർത്തിണക്കിയ ഈ ഉത്സവം കേരളത്തിലെ മതേതരത്വത്തിന്റെ ഉത്തമ ഉദാഹരണമാണ്. ചരിത്രത്തിലെ പോരാട്ടങ്ങളും കാലഘട്ടത്തിന്റെ ദുരന്തങ്ങളും അതിജീവിച്ച് ഭീമാപള്ളി ഇന്നൊരു വലിയ ജീവകാരുണ്യ പ്രസ്ഥാനമായി വളർന്നിരിക്കുന്നു. ആലംബമറ്റവരെ സഹായിക്കുക എന്ന ഭീമാ ബീവിയുടെ ദർശനം മുൻനിർത്തി പള്ളി മാനേജിംഗ് കമ്മിറ്റിയുടെ മേൽനോട്ടത്തിൽ ഒട്ടേറെ പദ്ധതികൾ ഇവിടെ നടപ്പാക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ഭീമാ മാഹിൻ മെമ്മോറിയൽ ആശുപത്രിയാണ്. നിർധനരായ രോഗികൾക്ക് കുറഞ്ഞ ചെലവിലും സൗജന്യമായും ചികിത്സ നൽകാൻ ഈ ആശുപത്രി സഹായിക്കുന്നു. കൂടാതെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് തികച്ചും സൗജന്യമായി വിദ്യാഭ്യാസം നൽകുന്നതിനായി ഭീമാ മാഹിൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന വിദ്യാലയവും പള്ളിയുടെ കീഴിൽ പ്രവർത്തിക്കുന്നു. ഭക്തർ നേർച്ചയായി നൽകുന്ന പള്ളിയിലെ വരുമാനത്തിൽ നിന്നാണ് ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ട് കണ്ടെത്തുന്നത്. ഇത് ആധുനിക സമൂഹത്തിന് നൽകുന്ന സന്ദേശം വളരെ വലുതാണ്. വിശ്വാസം എന്നത് കേവലം പ്രാർത്ഥനകളിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല, അത് മനുഷ്യന്റെ കണ്ണീരൊപ്പാനുള്ള കർമ്മമായി മാറണം. ഭീമാപള്ളി ദർഗാ ഷരീഫ് വെറുമൊരു ചരിത്ര സ്മാരകമല്ല, അത് ജീവിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. കേരളത്തിന്റെ ചരിത്രവും സംസ്കാരവും വിശ്വാസവും ഇഴചേർന്ന് കിടക്കുന്ന ഒരു വികാരമാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് അറേബ്യയിൽ നിന്നും മരുഭൂമി താണ്ടി കടൽ കടന്ന് ഈ മലയാളക്കരയിലെത്തിയ ഒരു ഉമ്മയും മകനും പകർന്നു നൽകിയ സ്നേഹത്തിന്റെ വറ്റാത്ത ഉറവയാണ് അവിടെ ഇപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. നീതിക്ക് വേണ്ടി അധികാരികളോട് കലഹിക്കാനും സ്വന്തം ജീവൻ ബലി നൽകാനും അവർ കാണിച്ച ധീരത സമാനതകളില്ലാത്തതാണ്. രോഗശാന്തി തേടിയെത്തുന്ന ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും ഭീമാപള്ളി നൽകുന്നത് ഒരേ ആശ്വാസമാണ്. ചില ദുരന്തങ്ങൾ ആ സമൂഹത്തെ തളർത്താൻ ശ്രമിച്ചിട്ടും അവർ പൂർവാധികം ശക്തിയോടെ ഉയർത്തെഴുന്നേൽക്കുന്നത് ഈ ആത്മീയ അടിത്തറ കൊണ്ടാണ്. ഈ പുണ്യഭൂമി നമ്മോട് സംസാരിക്കുന്നത് സഹനത്തെക്കുറിച്ചും സഹോദരത്തെക്കുറിച്ചും മുറിവേറ്റവർക്ക് നൽകേണ്ട സാന്ത്വനത്തെക്കുറിച്ചുമാണ്. ഓരോ ഉറൂസ് കാലത്തും തിരുവനന്തപുരത്തിന്റെ ആകാശത്തേക്ക് ഉയരുന്ന പ്രാർത്ഥനാ മന്ത്രങ്ങൾ വിളിച്ചോതുന്നത് ഒന്നു മാത്രമാണ്: മനുഷ്യർക്കിടയിൽ അതിരുകളില്ല, സ്നേഹമാണ് ഏറ്റവും വലിയ വിശ്വാസം.